തിരുവനന്തപുരം കോർപ്പറേഷനിലെ ചന്തവിള വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോലും ആളില്ലാത്തൊരവസ്ഥ. സിമി എസ് നായരെ സ്ഥാനാർത്ഥിയാക്കിയതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്തുയർന്ന പടലപ്പിണക്കം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ കോൺഗ്രസ് ചിത്രത്തിലില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. മത്സരം ഇടതുപക്ഷവും ബി ജെ പിയും തമ്മിലുള്ള പോരാട്ടമായി മാറുന്ന അവസ്ഥയാണ്. പ്രചരണ രംഗത്ത് കോൺഗ്രസ് ഓടിയെത്താത്തൊരവസ്ഥ. നേരത്തെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഡി സി സി ഭാരവാഹികൾക്ക് പകുത്ത് നൽകിയതാണ് പാർട്ടിക്കകത്ത് ഒരു വിഭാഗം ഇതിൽ കലഹിച്ച് പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങാതിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥിയായിട്ടുള്ള സിനിക്ക് വേണ്ടി ചന്തവിള വാർഡിലെ പുല്ലാന്നിവിള, മങ്ങാട്ടുകോണം തുടങ്ങിയ ഭാഗങ്ങളിൽ പ്രവർത്തകർ സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിനായി രംഗത്തിറങ്ങിയിട്ടേയില്ല. എന്തിനേറെ പറയുന്നു, ചന്തവിള എന്ന കോൺഗ്രസിന്റെ ഒരു കാലത്തെ, അതായത് കഴിഞ്ഞ തവണയാണ് അപ്രതീക്ഷിതമായിട്ട് CPI കോൺഗ്രസിൽ നിന്ന് ചന്തവിള വാർഡ് പിടിച്ചെടുത്തത്. അതിന് തൊട്ടു മുന്നോടിയായിട്ട് കോൺഗ്രസ് വിജയിച്ചിരുന്ന മണ്ഡലത്തിലാണ് ഈ ദുർഗതി. ഇടതുപക്ഷത്തിന് വേണ്ടി ലതാകുമാരിയും ബി ജെ പിക്ക് വേണ്ടി അനുജി പ്രഭയുമാണ് വാർഡിലെ മറ്റ് രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾ. നേരത്തെ വാർഡിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ പൊതുവികാരമായിരുന്ന സ്ഥാനാർത്ഥി അമ്പിളിക്ക് സീറ്റ് നൽകാതെ വന്നതോടെയാണ് ഒരു വിഭാഗം പ്രചരണ രംഗത്ത് നിന്ന് വിട്ടുനിന്നത്. യൂത്ത് കോൺഗ്രസിന്റെ മുൻ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള പലരും പ്രവർത്തന രംഗത്ത് ഇറങ്ങാതായതോടെയും ഒപ്പം തന്നെ മുൻ ചന്തവിള കൗൺസിലറായിട്ടുള്ള ബിന്ദു പോലും പ്രചരണത്തിലേക്ക് ഇറങ്ങിയില്ല എന്നുള്ളത് കോൺഗ്രസിനെ ഏറെ പിന്നിലാക്കിയിരുന്നു. നേരത്തെ സ്ഥാനാർത്ഥികളുടെ ചിത്രം തെളിഞ്ഞപ്പോൾ തന്നെ ചന്തവിള വാർഡിൽ സിമി എസ് നായർക്ക് നിരവധി പേർ അപരന്മാരായി മത്സരിക്കാൻ രംഗത്തെത്തി. ഏകദേശം 5ഓളം സിമിമാരാണ് നിലവിൽ ചന്തവിള വാർഡിൽ അപരന്മാരായി മത്സരിക്കുന്നത്. ഈ രീതിയിൽ കടുത്ത പോരാട്ടമായി മാറിയ ചന്തവിള എന്ന കോൺഗ്രസിന്റെ ഉറച്ച കോട്ട അത് ഇക്കുറി കൈവിട്ടു പോകുന്നൊരവസ്ഥയുണ്ട്. എന്ത് വില കൊടുത്തും തിരുവനന്തപുരം കോർപ്പറേഷനിൽ വൻ തിരിച്ചുവരവ് നടത്തുമെന്ന് നേതാക്കന്മാർ വലിയ അവകാശവാദം ഉന്നയിക്കുമ്പോഴും കോൺഗ്രസിന്റെ ഉരുക്കുകോട്ട എന്ന് ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്ന ചന്തവിളയുടെ അവസ്ഥയാണ് ഈ ദൃശ്യങ്ങളും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗവും തുറന്നു കാട്ടുന്നത്.